ഇനി വെറും 44 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. മാർച്ച് 31 തികയുന്നതിന് മുൻപേ തന്നെ രാജ്യത്തെ ചുമപ്പ് ഭീകരതയുടെ പിടിയിൽ നിന്നും മുക്തമാക്കുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപനം നടത്തിയത്. അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രഖ്യാപനമാകട്ടെ അത് യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ദിനം പ്രതി തലയ്ക്ക് 1 കോടി രൂപയിലധികം ഇനാം പ്രഖ്യാപിച്ചിരുന്ന കൊടും ഭീകരന്മാർ അടക്കമാണ് ആയുധം താഴെ വെച്ച് മുഖ്യധാരയിലേക്ക് സമൂഹവുമായി ഒത്തിണങ്ങി പ്രവർത്തിക്കാനായി തന്നെ അവർ രംഗത്തേക്ക് ഇറങ്ങി വന്നത്. ഇവർ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നത് വലിയ രീതിയിലുള്ള ആശ്വാസമാണിപ്പോൾ ആ മേഖലയിലുള്ളവർക്ക് നൽകുന്നത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്. അതേപോലെ തന്നെ ചില സ്ഥലങ്ങളടക്കം നക്സൽ ഭീകരരാകട്ടെ അടക്കി ഭരിക്കുകയും അവിടെ വലിയ രീതിയിൽ ഭീകരവാദം അഴിച്ചുവിടുകയും ചെയ്ത ചില സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ അടക്കമുണ്ടായിരുന്നു. വിവിധ സംസ്ഥാനങ്ങൾ ഇപ്പോൾ നക്സൽ മുക്തമാവുകയാണ് എന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. രാജ്യത്തെ 12 സംസ്ഥാനങ്ങളിലും എണ്ണമറ്റ ജില്ലകളും നക്സലിസം വ്യാപിച്ചു കിടക്കുകയാണ്. കേന്ദ്രം ഈ ഭീഷണിയെ വേരോടുകൂടി തന്നെ പിഴുതെറിയാൻ തീരുമാനിച്ചപ്പോൾ CRPF-ഉം കോബ്ര സേനയും ഈ ശ്രമത്തിൽ ഏറ്റവും കൂടുതൽ നിർണായക പങ്ക് വഹിച്ചതായി തന്നെ അദ്ദേഹം എടുത്തു പറയുന്നു. ഇത്രയും വലുതും സങ്കീർണവുമായ അല്ലെങ്കിൽ കൂടുതലായി ബുദ്ധിമുട്ടുള്ളതുമായ ഒരു ദൗത്യം വെറും 3 വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയതായും മാർച്ച് 31-നകം രാജ്യത്ത് നിന്ന് നക്സലിസം തുടച്ചു നീക്കുമെന്ന് 7ാമത് CRPF ദിന പരേഡില് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന വേളയിൽ അമിത് ഷാ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. വടക്ക് കിഴക്കൻ മേഖലയിലെ ആദ്യത്തെ CRPF ദിന പരേഡാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ജമ്മു കാശ്മീർ സൈന്യം നിർണായക നടപടികൾ എടുത്തുവെന്നും അവിടെ വലിയ രീതിയിൽ കല്ലെറിയൽ സംഭവങ്ങളുടെ എണ്ണം 0 തന്നെ കുറഞ്ഞുവെന്നും മണിപ്പൂരിലെ വംശീയ ആക്രമണങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനും മാവോയിസ്റ്റുകളുടെ കോട്ട തകർക്കുന്നതിനും സൈന്യം വിന്യസിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. CRPF ഉദ്യോഗസ്ഥരുടെ സഹായത്താൽ 2026 മാർച്ച് 31 തന്നെ രാജ്യം നക്സലിസത്തിൽ നിന്നും പൂർണ്ണമായി മുക്തമാക്കുമെന്നും നമുക്കവിടെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഇത് പറയാൻ കഴിയുമെന്നും അമിത് ഷാ വ്യക്തമാക്കി. 2025 ഏപ്രിൽ മെയ് മാസങ്ങളിൽ 31 നക്സലുകൾ കൊല്ലപ്പെട്ട ഇടമാണ് ഛത്തീസ്ഗഡ് തെലങ്കാന അതിർത്തിയെന്നും ഇവിടെ നടത്തിയ ഓപ്പറേഷൻ ആകട്ടെ അത് വലിയ രീതിയിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ എത്ര പ്രശംസിച്ചാൽ പോലും മതിയാകാത്ത ഒരു ഓപ്പറേഷൻ തന്നെയാണ് എന്നും 45 ഡിഗ്രി സെൽഷ്യസ് താപനില സഹിച്ചുകൊണ്ട് വളരെ വെല്ലുവിളി നിറഞ്ഞ ഭൂമിശാസ്ത്രപരമായ സാഹചര്യങ്ങളിൽ CRPF ഉദ്യോഗസ്ഥർ 21 ദിവസങ്ങളിലായി തന്നെ അവിടെ പ്രത്യേകമായ ഓപ്പറേഷനുകൾ നടത്തി. നക്സലുകളുടെ ആ ശക്തി കേന്ദ്രം ഇല്ലാതാക്കുകയും അസാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ ഉയർന്ന ആ ഒരു താപനിലയാൽ ചൂടേറിയ പാറക്കെട്ടുകളിൽ 21 ദിവസം പ്രവർത്തിച്ചപ്പോൾ CRPF ജവാന്മാർ 1 ഇഞ്ച് പോലും അവിടെ നിന്ന് മുന്നോട്ട് പോയില്ല എന്നും ഒടുവിൽ നക്സലൈറ്റുകളുടെ തന്ത്രപ്രധാനമായ അടിത്തറ അവിടെ തകർക്കാൻ ഇവർക്ക് സാധിച്ചു എന്നതാണ് അമിത് ഷാ ഈ ഒരു അഭിസംബോധന ചെയ്ത് സംസാരിക്കവേ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ 4 മാവോയിസ്റ്റ് സ്മാരകങ്ങൾ സേന തകർക്കുകയും ചെയ്തു. സമീപ വർഷങ്ങളിൽ അവിടെ തീവ്രമായ മാവോയിസ്റ്റ് വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ചില പ്രദേശങ്ങൾ അവിടെ വലിയ രീതിയിൽ കീഴടക്കപ്പെട്ടതായും സ്ഥിതിഗതികൾ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായും ഇവിടെ വ്യക്തമാക്കുന്നു. 4 പതിറ്റാണ്ടിലേറെയായി തന്നെ ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖല മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായി തന്നെ തുടരുന്ന ഇടമാണ്. അവർ വിശാലമായ പ്രദേശങ്ങളിൽ 100 കണക്കിന് സ്മാരകങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ മാസം ആദ്യം തന്നെ സുക്മ ജില്ലയിലടക്കം ഒപ്പം തന്നെ വിവിധ ജില്ലകളിൽ നിന്നും ഇത്തരത്തിലുള്ള സ്മാരകങ്ങളെല്ലാം തന്നെ തകർത്ത് തരിപ്പണമാക്കി എന്നത് തന്നെയാണ് ഇപ്പോൾ സുരക്ഷാ സേന ഇവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.